ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? ഞാൻ ഇന്നൊരു മീൻകറി ഉണ്ടാക്കാൻ പോവാം കേട്ടോ. അതിന് പുളിവെള്ളം, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അതെല്ലാം കൂടെ ഇട്ട് വെച്ചതാ കേട്ടോ. ഇത് പുളിവെള്ളത്തിൽ എല്ലാം കൂടെ ഒന്നിച്ചിട്ട് വെച്ചു. പിന്നെ ഞാൻ മുളകും പൊടി ഇട്ടു. മുളകും പൊടി കുറച്ച് തോന്നിട്ടുണ്ട്, എരിവ് കൂടുതൽ വേണം. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ എന്താ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി അതിട്ടിട്ട് ഞാൻ നല്ലോണം ഒന്ന് കലക്കി. പിന്നെ ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഉപ്പ് നമ്മുടെ പ്രധാനമായിട്ട് വേണ്ടതല്ലേ. ഉപ്പും ഇട്ടിട്ട് കലക്കി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഗ്യാസ് ഓണാക്കി. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തെന്നറിയോ? തേങ്ങ അരച്ചതാണേ. മാന്തക്കറി കേട്ടോ. അത് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാമെന്ന് എനിക്കറിയില്ല. ഞങ്ങളിതിന് പറയാം മാന്താന്ന്. അപ്പം തേങ്ങ അരയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ജീരകം എടുത്തിട്ടുണ്ട് കേട്ടോ, കുറച്ച്. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് തേങ്ങ ഞങ്ങൾ എന്തിനും അരയ്ക്കാറ് കേട്ടോ. പിന്നെ ഉള്ളി എന്താണെന്ന് വെച്ചാൽ ചെറിയ ഉള്ളിയാണ് എടുക്കേണ്ടത്. ഞാനത് വലിയ ഉള്ളീൻ്റെ ഒരു കഷ്ണം വെച്ച്, ചെറിയ ഉള്ളി ഇല്ലാത്തത് കൊണ്ട്. പിന്നെ ഇതാ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ടല്ലോ നമ്മളെ മീൻകറി. ഇന്ന് നല്ലോണം തിളച്ച് വന്നതിന് ശേഷമാണ് മാന്ത അതിലേക്ക് ഇടുക. ഈ മീൻ അതിന് മുന്നിട്ടാൽ എന്താണെന്നറിയോ? അലിഞ്ഞു പോകും എന്ന് പറഞ്ഞാൽ കറിയിൽ കിടന്നിട്ട് കുറേ ഈ മുളക് വേകുമ്പോഴേക്ക് അത് അലിഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ തിളച്ചതിന് ശേഷമാണ് ഈ മീനിട്ട് കഴിഞ്ഞത് കേട്ടോ അതിലേക്ക്. അപ്പോൾ നമുക്ക് മീനിട്ട് കഴിഞ്ഞിട്ട് നോക്കാം എന്താ ചെയ്യാമെന്ന്. എല്ലാവരും ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോവരുതേ. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ കേട്ടോ. അപ്പം ഈ മീനയിലിട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ നല്ലോണം തന്നെ ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ കുറച്ച് സമയം തിളപ്പിച്ചു. അപ്പം നേരത്തെ നമ്മൾ അരച്ച് വെച്ച തേങ്ങ ഉണ്ടായിരുന്നല്ലോ, അപ്പോഴേക്കും തിളയ്ക്കുമ്പോഴേക്കും ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് നല്ലോണം ഇങ്ങനെ വന്നിട്ടില്ല. ഒന്ന് എന്താ പറയുക, ചെറുതായി ഒന്ന് വന്നതിന് ശേഷം ഞാൻ ആ തേങ്ങ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഒന്നുമില്ല കേട്ടോ, ചെറിയ ഉള്ളിയാണ് ശരിക്കും വേണ്ടത്. ഞാൻ വീണ്ടും പറയുന്നു, എൻ്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ടാണ് വലിയ ഉള്ളിയുടെ ചെറിയൊരു കഷ്ണം എടുത്തത് അരയ്ക്കാൻ വേണ്ടി. പിന്നെ ഇത് ഞാൻ നല്ലോണം തിളപ്പിച്ചിട്ടുണ്ട് തേങ്ങ ഒഴിച്ചതിന് ശേഷം. അല്ലെങ്കിൽ നമ്മുടെ കറി വേഗം ചീത്തയാവും. പണ്ടൊക്കെ എൻ്റെ അമ്മമ്മയൊക്കെ പറയായിരുന്നു, തേങ്ങ ഒഴിച്ചാൽ അങ്ങനെ തിളപ്പിക്കരുതെന്ന്. പക്ഷെ നല്ലോണം തിളപ്പിച്ചാൽ തന്നെ കറി നന്നാകുള്ളൂ കേട്ടോ. അത് ശ്രദ്ധിക്കണേ. ഒന്ന് നല്ലോണം തന്നെ തിളപ്പിച്ചോട്ടെ. അന്നൊക്കെ എന്നിട്ട് തേങ്ങ ഇങ്ങനെ തിളപ്പിക്കില്ല, വെറുതെ ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും ഓഫ് ചെയ്യായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ നല്ലോണം തിളപ്പിക്കും. അത് തന്നെയാണ് ടേസ്റ്റ് കേട്ടോ. പിന്നെ കറിവേപ്പില ഞാൻ കുറച്ച് ഇടാറുണ്ട് കേട്ടോ. പക്ഷേ ഇന്ന് ലേശം കുറവാണ്, അതുകൊണ്ടാണ് കുറച്ചിട്ടത്. കറിവേപ്പിലിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അന്നപ്പം കറിവേപ്പില ഇട്ടതിന് ശേഷം ഞാൻ ഓഫാക്കിയിട്ടുണ്ട് ഗ്യാസ്. ഈ ഓഫ് ചെയ്താലും ഈ എന്താ പറയുക, നമ്മുടെ ഗ്യാസിൻ്റെ അകത്ത് നിങ്ങൾ തിളച്ചും കൊണ്ടേയിരിക്കും. ആ സമയത്ത് ഞാൻ കുറച്ച് പെരിഞ്ജീരകപ്പൊടി ഇല്ലേ, കുറച്ചേ ഇട്ടിട്ടുള്ളൂ. നല്ലൊരു സ്മെല്ല് കിട്ടും നമ്മൾക്ക് ആ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും. പിന്നെ എന്താ പറയുക, ടേസ്റ്റും ഉണ്ടാവും. പിന്നെ നമ്മുടെ കടുക് പൊട്ടിച്ച് അതിലൊഴിച്ചു. അപ്പം കറി റെഡിയായല്ലോ. നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരും മറന്നു പോകരുത് കേട്ടോ. ലൈക്ക്, കമൻറ്റ് ഇതൊന്നും മറന്നു പോകരുതേ. നിങ്ങളിതൊക്കെ ചെയ്താലേ എനിക്ക് വീണ്ടും വീഡിയോ ഇടാൻ തോന്നുള്ളൂ. പിന്നെ ഞാൻ ഉപ്പ് നോക്കി, ഉപ്പുണ്ടോയെന്ന് അറിയണ്ടേ. അപ്പം ഉപ്പ് ഞാൻ കുറച്ചും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഉപ്പ് നേരത്തെ ഇട്ടത് അതിൽ കുറച്ചും കൂടെ വേണമായിരുന്നു. അതിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെയാണ് നമ്മുടെ വേറെ കൂടെ ഒരു സാധനം ഞാൻ ഇന്ന് ഈ കറി കൂട്ടി കഴിക്കാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മുടെ ചക്ക. കണ്ടോ, ചക്ക ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ചക്ക കിട്ടുമെന്നറിയില്ല. ചക്കേൻ്റെ കാലമൊക്കെ കഴിഞ്ഞു. പിന്നെ മഴ പെയ്തു, ചക്കയിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ടാവും, ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം എല്ലാവർക്കും ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ബായ്.